ഓക്കെ എടുത്തു. ആ എടുത്തിട്ടുണ്ട്. ലിയ ലവിയ ഇപ്പം നമ്മളുള്ളത് സാൽഫോർഡ്, യൂണിവേഴ്സിറ്റി ഓഫ് സാൽഫോർഡിലാണ് ഗൈസ്. കെയർഫുൾ, ഡോണ്ട് ഫോൾ. I'm recording. ഇതാണ് പീൽ പാർക്ക് ഗൈസ്. ബാമ ഇപ്പം ഞാനുള്ളത് സാൽഫോർഡിലാണ് ഗൈസ്. ഇപ്പം എൻ്റെ കോഴ്സ് കഴിയാറായി. ജനുവരിയോടെ എൻ്റെ കോഴ്സ് കഴിയും. അപ്പോൾ പോണതിന് മുമ്പുള്ള വീഡിയോസൊക്കെയാണിത്. ഞാൻ ഗോയോ ട്രൈ. ല്ലേ slowly walk. ഇവിടെ കിടക്കണ പാർക്ക് ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല ഈ പാർക്ക്. അമ്മയോ? അമ്മ is taking video and coming slowly. Amma is starting Amma's own YouTube channel. Yeah. Careful now that your shoes will get dirty. Sand popular. Eh? It's so easy. Why is it so easy? Too hard. Lavia, come. Come, Leah. Come. There's enough. ഇതാണ് സാൽഫോർഡ് മ്യൂസിയം ഗൈസ്. പക്ഷെ അത് ക്ലോസ്ഡ് ആണ്. How is the university, Leah? How is the university? Good? സൂക്ഷിക്കണം, ഫ്ലൈസ് ഒക്കെ ഉണ്ട്. വാടച്ചോട്ടാ, പക്ഷെ മാസ്ക് ഉണ്ടല്ലോ, കുഴപ്പമില്ല. ഇനി നമ്മൾ പീക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ അങ്ങോട്ടാണ് ഗൈസ് പോകാൻ പോണേ. Yeah, we are going Peak District. വീഡിയോ എടുത്താ ഇല്ലേ? ആ, ഇതാണ് ഈ ബിൽഡിങ്ങിന്റെ പേര്. ഈ ബിൽഡിങ്ങിന്റെ പേര് ഞാൻ പറഞ്ഞു, കോട്ടയാ. ആ, ഈ ബിൽഡിങ്ങിനൊക്കെ എത്ര പഴക്കമുണ്ടെന്ന് അമ്മച്ചിക്ക് അറിയോ? നല്ല പഴക്കമുണ്ട് ചേച്ചി. പക്ഷെ ഇന്നെന്താ അറിയില്ല, ഈ സാൽഫോർഡ് മ്യൂസിയം ക്ലോസ് ആയിരിക്കണത്. ഞാനപ്പോൾ വരുമ്പോൾ ഇത് ഓപ്പണാ. ഇനി അവധി ആയതുകൊണ്ടായിരിക്കും. ഇനി ഞങ്ങൾ പീക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ അങ്ങോട്ട് പോവാണ് ഗൈസ്. അപ്പോൾ അവിടുത്തെ വീഡിയോകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഹായ് ഗേസ്, ഇന്നലെ പീക്ക് ഡിസ്ട്രിക്റ്റിൽ പോകാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ പ്ലാൻ ചേഞ്ച് ആയി. ഇന്നിപ്പോൾ പിക്കാർഡ്ലി ഗാർഡൻസ് ക്രിസ്മസ് മാർക്കറ്റിൻ്റെ അവിടെ പോകാമെന്ന് ചോദിച്ചു. കാരണം അത് ഇന്നും കൂടി ഉള്ളൂ. മീൻസ് അത് അടച്ച് പൂട്ടാറായി. മീൻസ് 22-22 തീർന്നു. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു പീക്ക് ഡിസ്ട്രിക്റ്റിൽ. കാരണം ഇരുട്ടായതുകൊണ്ട് പോയിട്ട് കാര്യമില്ലല്ലോ. Building. This one is a building. Okay. Okay, you just go from there. Thank you so much. Okay, you're welcome. Thank you. Sorry. Oh, yeah.
ഹായ് ഗൈസ്, നമ്മളിപ്പോൾ പിക്കാഡിലി ഗാർഡൻസിൻ്റെ അടുത്താണ്. അപ്പോൾ ഇന്നലത്തെ പ്ലാൻ ചേഞ്ചായി. ഇന്നലെ പീക്ക് ഡിസ്ട്രിക്റ്റിൽ പോകാമെന്ന് വിചാരിച്ച്, പിന്നീട് അത് മാറ്റി പിക്കാഡിലി ഗാർഡൻസിൻ്റെ അടുത്തേക്ക് വരാമെന്ന് വിചാരിച്ച്. പീക്ക് ഡിസ്ട്രിക്റ്റിൽ പോകാത്ത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ പോകാമെന്ന് വിചാരിച്ച്, പക്ഷെ അത് പെട്ടെന്ന് ഇരുട്ടായി. അപ്പോൾ ഇരുട്ടായി കഴിഞ്ഞിട്ട് പോയിട്ട് വലിയ കാര്യമില്ല. അപ്പോൾ ഇന്നും പോകാമെന്ന് വിചാരിച്ച്, പക്ഷെ അത് ടൈം കുറേ കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങളിവിടെ ഒരു ക്രിസ്മസ് മാർക്കറ്റ് സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്രിസ്മസ് മാർക്കറ്റ് ശരിക്കും പറഞ്ഞാൽ 8 നവംബർ മുതൽ 22 ഡിസംബർ ആ സമയം വരെ നടക്കുന്നത്. അപ്പോൾ ശരിക്കും പറയുന്നത് 24 അപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എല്ലാം ഊരിപ്പറക്കണുണ്ടാവും. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ്, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി പോണേ. കാരണം ചിലപ്പോൾ ഇന്നും കൂടി അവസാനം എന്ന് തോന്നുന്നു. അപ്പോൾ അത് കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നു. പിക്കാഡിൽ എങ്ങനെയുണ്ട് ചേച്ചി? പിക്കാഡിൽ എങ്ങനെയുണ്ട്? കണ്ടു കൊടുക്കണേ ഉള്ളൂ എന്നാ. നമ്മളവിടെ പ്രൈമാർക്കിൻ്റെ അടുത്ത് പോകണമെന്ന് വിചാരിച്ചു. ആണ്ടയിലല്ലേ, അങ്ങോട്ടും അല്ലേ പോകണത്. നമ്മളിതേ ചേട്ടനും ചേച്ചിയും ഫോളോ ചെയ്ത് പോകണം. ഈ പിക്കാഡിലി ഗാർഡൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് മാഞ്ചസ്റ്ററിൻ്റെ സെൻറ്റർ. ഇവിടെ ഇത് ഭയങ്കര ബിസിയസ്റ്റ് ഏരിയ ആണ് ശരിക്കും പറഞ്ഞാൽ. മീൻസ് മാഞ്ചസ്റ്ററിലെ ഏറ്റവും ബിസിയസ്റ്റ് ഏരിയ ആണ് പിക്കാഡിലി. നമ്മളിതേ ആണ്ടേലിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു ഗൈസ്. അങ്ങനെ അവസാനം ആണ്ടേലിൻ്റെ അകത്തേക്ക് കയറണം. ഇതൊരു ചെറിയ ഷോപ്പിംഗ് മാളാണ്. ഇവിടെ നമുക്ക് ഡ്രസ്സും സംഭവങ്ങളൊക്കെ മേടിക്കാൻ പറ്റും. ഇത് ആപ്പിളിൻ്റെ ഷോപ്പിലൊന്ന് വന്നേക്കുക. നമുക്കിവിടത്തെ ഉള്ള ഫോണുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ iPhone 16, iPhone 16 പ്ലസ്, iPhone 16 Pro, iPhone 16 Pro Max എല്ലാം ഒന്നിച്ചിരിക്കുന്നത് കാണാൻ അടിപൊളി കേട്ടോ. ഹൈറ്റ് വ്യത്യാസമുണ്ട് രണ്ടിനും, അല്ല എല്ലാത്തിനും ഒക്കെ. നല്ല iPhone 16 പ്ലസും iPhone 16 പ്ലസ് iPhone Pro 16 Pro Max വെച്ച് നോക്കിക്കഴിഞ്ഞാൽ Pro Maxന് കുറച്ച് വലുപ്പം കൂടുതൽ കണ്ടാത്ത. ആപ്പിൾ വിഷൻ എടുക്കുന്നു. ഇതിലേതാണ്ട് $3000 കണ്ടു. ഇവിടുത്തെ റേറ്റ് എനിക്ക് തോന്നണം £3000 സംതിങ് ഉണ്ട് ഈ സാധനത്തിന്. കാണാൻ അടിപൊളി കേട്ടോ. ഞാനിതുവരെ വെച്ച് നോക്കിയിട്ടില്ല. ഇതിന് നല്ല വിലയാണ്, ഞാൻ മേടിക്കാത്തതുമാണ്. പക്ഷെ കാണാൻ അടിപൊളിയാണ്. ഇതിൽ കാണിക്കണ റേറ്റ് £3499 ഗൈസ്. എന്ന് വെച്ചാൽ 3,50,000 സംതിങ് ഉണ്ട് നമ്മുടെ നാട്ടിലത്തെ റേറ്റ്. ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ കയറാൻ പോകുന്ന ഗൈസ്. വിശക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കഴിച്ചിട്ട് ഇനി അടുത്തയിലേക്ക് നോക്കാമെന്ന് വെച്ചിരിക്കുക. കോസ്റ്റ എന്ന് പറയുന്ന ഷോപ്പിലാണ് ഗൈസ് കയറിയേക്കണേ. അപ്പോൾ കോഫി കുടിക്കാമെന്ന് വെച്ചിരിക്കുക. അമ്മച്ചി കോഫി വേണം, അപ്പോൾ അത് മേടിക്കാമെന്ന് വെച്ചിരിക്കുക. ലൈറ്റ്സൊക്കെ കാണാൻ അടിപൊളിയാണ് ഗൈസ്. ഡിയറിൻ്റെ ലൈറ്റ് ക്രിസ്മസ് ആയിട്ട് അടിപൊളി സെറ്റാട്ടോ. അവനടിയിലേക്ക് പോയിട്ടുണ്ടോ? അവനടിയിലേക്ക് പോയിട്ടുണ്ട്. അടിപൊളി ബിൽഡിങ് കേട്ടോ. ഇതാ കാണുന്ന ബിൽഡിങ് കൊട്ടാരം പോലെ ഉണ്ട് കാണാൻ. എൻ്റെ ഗൈസ്, ഇത് പിക്കാഡിലിയിൽ ഇവിടുത്തെ ട്രാമാണ്. ഇത് നമ്മുടെ ഈ സിറ്റി മാത്രമേ ഓടത്തുള്ളൂ. മീൻസ് ഇത് തിരക്കൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് സുഖമായിട്ട് നമുക്കൊരിടത്ത് നിന്ന് ഒരിടം വരെ എത്തിക്കാൻ എളുപ്പമാണ്. വേഗം എത്താൻ പറ്റും തിരക്കില്ലാണ്ട്. കാരണം ഇവിടെ പിക്കാഡിലി സിറ്റി ഭയങ്കര തിരക്കാണ്. കാറിലൊക്കെ പോയി കഴിഞ്ഞാൽ ബ്ലോക്കിൽ പോയിട്ട് കഴിഞ്ഞാൽ തീർന്നു.
ഇന്നത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത കാഴ്ചകൾ ഞാൻ പിന്നീടും. ശരി എന്നാൽ.